ബഡ്ജറ്റ് വണ്ടികളുള്ള ഫസ്റ്റത്തെ വണ്ടി 2010 മോഡൽ സ്പാർക്ക് വെറും 40 രൂപയ്ക്ക്. 40 രൂപയ്ക്ക് 2010 സ്പാർക്ക്. ഇത് വണ്ടി അത് ഇങ്ങനെ മൂലക്കായി ഇല്ല, ഹൈവേന്റെ പണി നടന്നു കൊടുക്കുക. അതിന്റെ പൊടിയാ. അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒന്നുകൂടെ സെറ്റ് അല്ലേ? വാഷ് ചെയ്ത് കൊടുക്കൂലേ? പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്യാമറ വീണ് നടക്കുന്ന ഉള്ളിൽ. അതെ, ഇളകി പോയതാ. ആ സൈഡും കൂടെ കാണിച്ചു. നമസ്കാരം, ഞാൻ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ ഡീലർഷിപ്പിലാണ്. കണ്ണൂർ എടക്കാടാണ് ലൊക്കേഷൻ വരുന്നത്. നേരെ മുന്നിൽ പോകുന്നത് നമ്മളെ കണ്ണൂർ തലശ്ശേരി ഹൈവേ ആണ് എങ്കിൽ നേരെ പുറകിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എടക്കാട് പോലീസ് സ്റ്റേഷനോട് തൊട്ട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ടാണ് ഈ ഒരു യാർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് ഫുൾ ലോൺ കിട്ടുന്ന, വാറണ്ടി കിട്ടാൻ സാധ്യതയുള്ള, അതേപോലെ തന്നെ അത്യാവശ്യം റേറ്റ് കുറവിലുള്ള സാധാരണക്കാരുടെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. ലോ ബഡ്ജറ്റ് വണ്ടികൾ അതിനെക്കൊണ്ട് തന്നെ പറയുകയാണ് റീപ്ലേസ്, അതേപോലെ തന്നെ കിലോമീറ്റർ കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുക്കുന്നുണ്ടാവില്ല. അതേസമയത്ത് വണ്ടിയുടെ പേപ്പർ വാലിഡിറ്റി, അതേപോലെ തന്നെ മെക്കാനിക്കൽ കണ്ടീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ വീഡിയോനകത്തും ചെയ്യുന്നുണ്ടാവുക. വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ അതിന് പ്രസക്തി കൊടുക്കുക. കാരണം ഒരു പഴയ മോഡൽ വണ്ടി കുറേ റീപ്ലേസ് ഉണ്ടെങ്കിലും അതാരും ഫ്രീ ആയിട്ട് കൊടുക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു വണ്ടി പരിചയം കൊടുക്കാം. നേരെ വണ്ടി വിശേഷങ്ങളിലേക്ക്. മനസ്സിലാ ചാൻസ് റേറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2014 മോഡല് മാഗ്ന ഗ്രാൻഡ് ഐറ്റം ഡീസൽ സ്പോർട്സാ. ഓപ്ഷൻ കൂടിയേ 2,40,000 രൂപ. 2,40,000 രൂപയ്ക്ക് 2014 മോഡല് ഗ്രാൻഡ് ഐറ്റം ഡീസൽ ഫുൾ ഓൺ ക്യാഷ് ബാക്ക് കൊടുക്കേ. ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, പക്ഷേ പറഞ്ഞ വില നിങ്ങൾ കൂട്ടിയില്ല. ഇഷ്ടപ്പെട്ടു. സ്പോർട്സിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്നുണ്ടാവും. മനസ്സിലാ സ്പോർട്സിൽ ഡീസൽ എന്ന് പറയുന്നത് എങ്ങനെയാലും 18-20 മൈലേജ് 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതേ സമയത്ത് വണ്ടിക്ക് റേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. കിലോമീറ്റർ 1,15,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി. ഓക്കെ, 2,40,000 രൂപ ക്യാഷ് ബാക്ക്. അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം വിട്ടുകൊണ്ട് ക്യാഷ് ബാക്ക് എത്ര കിട്ടും? ക്യാഷ് ബാക്ക് 50,000 കൊടുത്താൽ നമുക്ക് 3 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടോ? വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,45,000 രൂപ. അതെ, നല്ല വണ്ടിയല്ലേ? മഹീന്ദ്രയുടെ വാറണ്ടി കിട്ടുന്നുണ്ടാവില്ല. കിലോമീറ്ററിന് പുറത്ത് ഓടിയെ ക്ലാസ് സാധനം 2018 മോഡല് കിഡ്, അത് ഓട്ടോമാറ്റിക്. എത്രക്ക് വരും? 50,000 കിലോമീറ്റർ. റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേറ്റ് എത്ര എന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല. 2,50,000 രൂപയ്ക്ക് ഫൈനലി. 2.5 രൂപയ്ക്ക് ഫൈനലി ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ക്ലൈംബർ അല്ലേ കിഡ്? ഓട്ടോമാറ്റിക് കിഡ് അല്ലേ? RXL 2018 വണ്ടി. വണ്ടി എന്താ അവസ്ഥ? വണ്ടി ചെറിയ റീപ്ലേസ് ഉണ്ട്. ബോണ്ട് ഒന്ന് റീപ്ലേസ് ആയിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. വേറെ ആപ്രോൺ കുറ്റിയൊന്നുമില്ല. അതുകൊണ്ട് 2,000 രൂപയ്ക്ക് കൊടുക്കുന്ന വണ്ടി. ലോൺ കിട്ടൂലേ? ലോണ് ഫുൾ ലോൺ കിട്ടും. വാറണ്ടി കിട്ടും മഹീന്ദ്രന്റെ വാറണ്ടി നമുക്ക് 1 വർഷത്തെ എഞ്ചിൻ ഗിയർ ബോക്സ് ആക്കി കൊടുക്കാലോ. ബ്രോ 2012 മോഡല് നാനോ LX, അതും സിംഗിൾ RC ഓണറാണ്. AC പവർ വിൻഡോസ് വരുന്നുണ്ടോ? അതെ. പവർ സ്റ്റിയറിംഗ് ട്വിസ്റ്റിൽ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അതെ. നാനോന്റെ റേറ്റ് എത്ര മൊത്തം? ഇത് നമുക്ക് ഒരു 55 രൂപ കൊടുത്തേക്കാം. പിന്നെ 2012 AC വർക്ക് ചെയ്യില്ല, പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതെ. ഓൾട്ടോണ്ണൂർ 2014 മോഡല് VXI ZXI ഇല്ല, വെറുതെ തള്ളിയല്ല. VXI സിംഗിൾ RC ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ടാവും? ഇത് 1.10 6 ഇഞ്ച്. റേറ്റ് എത്ര വരുന്നത്? നമുക്കിത് ഒരു 1.70 കൊടുക്കാം. 1.70 കൊടുക്കാം. 2014 VXI കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടോ? സെൻട്രൽ ലോക്ക്. പിന്നെ വെറുതെ ഇത് നോക്കിയാൽ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു സിമ്പിൾ ഇവിടെ കാണുന്നുണ്ട്. ഇത് ഞാൻ കൂടെ കാണിക്കും. അതിന്റെ കൂടെ ഞാൻ വെറുതെ ചൂട്ടി കാണിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അതാന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ഇൻഡിക 2009 മോഡല് സെക്കൻഡ് RC ഓണർ വണ്ടി, ഡീസല്. വെറും 45 രൂപയ്ക്ക് കൊടുക്കാം. 45 രൂപ കൊടുക്കാം. അത്യാവശ്യം 9 മോഡല്. വേറെ ഒറ്റ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AC വർക്ക് സിംഗിൾ അല്ല, സെക്കൻഡ് RC ഓണർ. സെക്കൻഡ് RC ഓണർ. വേറെ AC കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന വണ്ടി. അതെ, ബാക്കി കുഴപ്പമില്ല. പുറത്ത് ഓടുന്ന പവർ ഇല്ലാത്ത വിൻഡോസും ഉണ്ട്. അതെ.
ഓക്കെ ഓക്കെ. പിന്നെ നമുക്കിതാ ഒന്ന് ബോണ്ട് ഒന്ന് മാറിയിട്ടുണ്ട് ചെക്കൻ്റെ. ഓക്കെ, വേറെ ഒന്നുമില്ല, വെറുതെ മാറ്റിയല്ലേ? വെറുതെ ഞങ്ങൾ ചെറിയ തട്ടിയിട്ട് അങ്ങ് മാറി. അടുത്തത് അടുത്ത നമുക്കെന്താ ആ സെന്നസ്റ്റിൽ എന്താ പാട്? ആ സെന്നസ്റ്റിലോ കാണിച്ചു തരാം. പേപ്പർ എടുത്ത സെന്നസ്റ്റിലോ. ഓക്കെ, അതിലോട്ട് പോകാൻ പറ്റുമോ? ഓ മോഡൽ ഏതാ അതിലെ? ഓ വന്നു. മോഡൽ ഏതാ? 2007 മോഡല്. ഓക്കെ, 2007 മോഡല്, 3rd RC ഓണർ വണ്ടി. പേപ്പർ എടുത്ത വണ്ടി. 72 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. അഫ്സാൻ്റെ ഫോർഡ് അല്ല, LXI ആണ്. 2 ഡോർ പവർ വിൻഡോസ് വരുള്ളൂ. അതേ സമയത്ത് വണ്ടി റണ്ണിംഗ് ഒക്കെ എന്താ അവസ്ഥ? റണ്ണിങ് ഓക്കെയാണ്, റണ്ണിങ് കണ്ടീഷൻ ഓക്കെ വണ്ടി. വേറെ മെയിനായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഹലോ സാർ, സുഖം. കയ്യൊന്ന് വണ്ടി കിട്ടിയ 2010 മോഡൽ സ്പാർക്ക്. ഓക്കെ, 60 രൂപയ്ക്ക് LS വേരിയന്റ്. ഓക്കെ, ഉള്ളൊക്കെ ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത നീറ്റ് വണ്ടി. നല്ല 4 പുത്തൻ ടയർ, പൊട്ടാത്ത ടയർ. ഓക്കെ, വേറെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. എടുക്കുക, കസ്റ്റമർ ഒരു ജനറൽ സർവീസ് എടുക്കുക, പോവുക. നിങ്ങൾ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? വാഷ് ചെയ്ത് നീറ്റാക്കിയേ തരൂ. 1 ലിറ്റർ എഞ്ചിനാണ്, 15 റേഞ്ചിൽ മൈലേജ് കാര്യങ്ങളൊക്കെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതെ, എത്രയ്ക്കായിരിക്കും വരുന്നുണ്ടാവുക? 60 ഫൈനലാണോ? 60 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. അതിനടുത്ത് 2004 മോഡല് നമുക്ക് സ്കോർപിയോ, 2nd RC ഓണർ. പക്ഷേ ബ്രദർ അനിയൻ്റെ പേരിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, സെക്കൻഡ് RC ഓണർഷിപ്പിലേക്ക് വന്നു അല്ലേ? അതെ. ഇത്ര ടൈറ്റ് ആക്കി പാർക്ക് ചെയ്ത്, അതൊക്കെ ഒരു കഴിവാണ്. ഓക്കെ, സ്കോർപിയോ 2004 റിന്യൂവലൊക്കെ അടുത്ത പോലെ റിന്യൂവൽ ആണ് വണ്ടിക്ക്. ഓക്കെ, നിലവിലുള്ള കണ്ടീഷൻ എങ്ങനെയാണ്? നല്ല അത്യാവശ്യം റണ്ണിങ് കണ്ടീഷൻ ഓക്കെ വണ്ടിക്ക്. വേറെ നമുക്കിത് 1 ലക്ഷം രൂപ കൊടുക്കാം. 2004 സ്കോർപിയോ 7 സീറ്റർ വണ്ടി, ലോ ബഡ്ജറ്റ്, 1 lakh. വലിയൊരു കൂടുതലാണോ? കറക്റ്റ് അല്ല, സിംഗിൾ RC ആണേ. ഒരാൾ മാത്രമേ യൂസ് ചെയ്ത വണ്ടി. AC ഇല്ലാത്തതാണ്, സ്റ്റാൻഡേർഡാണ്. പിന്നെ വരും 70 രൂപക്ക്. 2006 മോഡൽ. പേപ്പറൊക്കെ ഉണ്ട്. ഈ ബാക്ക് ബമ്പർ ഫ്രണ്ട് ബമ്പർ ഒന്ന് പെയിന്റ് അടിച്ചാൽ വണ്ടി സെറ്റാ. ഡോക്ടറിന്റെ സിമ്പിളെല്ലാം കാണുന്നുണ്ടേ, പറയുന്നില്ല. ഡോക്ടർ സിമ്പിൾ ഇതിൻ്റെ അത് കാണുന്നുണ്ട്. ഡോക്ടർ യൂസ് ചെയ്തത് ഞാൻ പറയുന്നില്ല. കൂടിപ്പോയോ? ചെറുതായിട്ട്. നാനോ തന്നെ, 2014 നാനോ. അതും ടിസ്റ്റ് തന്നെ. അത് സിംഗിൾ RC ആണ്. അതെ, ട്വിസ്റ്റ്. എക്സ്റ്റേണിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല വണ്ടി. നമുക്കൊരു 50,000 ആ റേഞ്ച് വരെ ഓടിയുള്ളൂ. സിംഗിൾ RC ഓണർ വണ്ടി. നമുക്കൊരു 95 രൂപ കൊടുത്തേക്കാം. വേറെ വലിയ കംപ്ലൈന്റ് ഇല്ല, കിട്ടില്ല. അത്യാവശ്യം ലോ ബഡ്ജറ്റ് വണ്ടി. അടുത്ത 2009 സ്റ്റാൻഡേർഡാ. പവർ സ്റ്റിയറിങ് കാര്യങ്ങളൊന്നുമില്ല. അത് 2009 അടുത്ത കൊല്ലം 7 ആണോ? 9 ആണല്ലേ? 55 ഉറുപ്പ്യക്ക്. ഓക്കെ, ഒറ്റ സെക്കൻഡ് അഭിയോ. എന്താ 2014 മോഡല്, 185 കിലോമീറ്റർ എത്ര ഉണ്ട്? 55,000. 185 ഡിലൈറ്റ് ഇറ പ്ലസ് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ടാവില്ല. മാഗ്ന പ്ലസിലേ വരുന്നുണ്ടാവുള്ളൂ. അതെ, ഇതിനകത്ത് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതിലും വർക്കിംഗ് കാര്യങ്ങളൊക്കെയാ. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാം. ഈക്കോ 2013 മോഡല്. റേറ്റ് എത്ര? 225 അറേഞ്ച്. 2013 ഈക്കോ 225. AC നോൺ AC 7 സീറ്റ് AC. 7 സീറ്റ് വണ്ടി. AC ഉണ്ടാവില്ലല്ലോ. AC എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ വേറൊരു 2000. ഓക്കെ, ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ ആഫ്റ്റർ മാർക്കറ്റ് പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ AC പോലെ തന്നെ. ഓക്കെ, അത്യാവശ്യം ഒരു നീറ്റുള്ള വണ്ടി. ആവറേജ് നീറ്റ് ഉണ്ട്. ആ വിലയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. പിന്നെ 2000 ഇത് 2010 മോഡല്, സിംഗിൾ RC ഓണർ വണ്ടി. ഇത് നമുക്ക് 1.10 ഫൈനൽ കൊടുക്കാം. 2010 മോഡല്, 1.10. MPFI AC ഇല്ല.
പിന്നെ റേറ്റിന് എന്തെങ്കിലും കുറേ ഉണ്ടാവുമോ? നമുക്ക് നോക്കാം, ചെയ്ത് കൊടുക്കാം. ശരി. ഈ ഇൻഡിക്കയോ? വന്നേ കേട്ടോ, കിട്ടിയില്ല. 40 രൂപ ഉണ്ടാവോ? അതറിയില്ല, നോക്കാം. ആ റേഞ്ചിന് തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ആ റേറ്റിന് ഉണ്ടാവും, പക്ഷെ റേറ്റ് പറയുന്നില്ല. ആ റേഞ്ചിന് തന്നെ ഉണ്ടാവും വണ്ടി. ശരി. അടുത്തത് വെള്ള ഓൾട്ടോ 85 റുപ്യക്ക് ഫൈനൽ കൊടുക്കും. മോഡൽ ഏതാ? 2009 മോഡൽ, 85 റുപ്യ. LXI ആണ്. പവർ വിൻഡോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഷേപ്പിൽ വരുന്നുണ്ടാവില്ല. അല്ല, ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടില്ല കമ്പനിയിലുണ്ട്. ഈ വണ്ടിയിൽ VXI. അതെ, VXI. പക്ഷേ 1 ലിറ്റർ VXI മാത്രം. അതെ. വാഗണാറിലേക്ക് വരുന്ന 1.1 ഈ ഒരു ഓൾട്ടോ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് വാഗണാറിന്റെ സെയിം എഞ്ചിനാണ് വരുന്നത്. അതെ, നമ്മളെ 2010 വരെയുള്ള വാഗണാറിന് ആ ഒരു എഞ്ചിൻ ഷോർട്ടേജ് ഉണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ്, നല്ല പവറാട്ടോ. പിന്നെ ഇത് നമുക്ക് 2019 20 രജിസ്ട്രേഷൻ കിഡ് RXL 30 ഓടിയിട്ടില്ല. 30,000 ആ റേഞ്ച്. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ. നിലവിലുള്ള കണ്ടീഷൻ നല്ല കണ്ടീഷൻ വണ്ടി, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനൊരു ഫൈനൽ ഒരു 2.95 കൊടുത്തേക്കാം. നല്ല വണ്ടി, ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. 800 cc വരിക. 800 cc മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. മഹീന്ദ്രയുടെ വാറന്റി എക്സ്ട്രാ ചെയ്യാം. 2011 മോഡൽ ടാക്സി, സൈലോ ടാക്സി. വണ്ടിക്ക് ആകെ 1.5 രൂപയുള്ളൂ. 1.5 ലക്ഷം ഉള്ളൂ. വേറെ മേജറായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പാവപ്പെട്ട ഒരു ആൾക്ക് ജീവൻ കിട്ടും. ജീവിതമാർഗാണ്, അതാണ് ഉദ്ദേശിച്ചത്. കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, എല്ലാം വർക്കിംഗ് ആണ്. AC കാര്യങ്ങൾ വർക്കിംഗ് ആണ്. അത്യാവശ്യം ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 സീറ്റർ സെഗ്മെന്റിലായിരിക്കും വണ്ടി വരുന്നുണ്ടാവും. റൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി അതേ സമയത്ത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹൈവേന്റെ പണി നടക്കുന്നതിന് പൊടി തരുമ്പോൾ നല്ല കഴുകി നീറ്റാക്കി തരും കേട്ടോ. ഇത് അത്യാവശ്യം ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണല്ലോ. അതെ. 2009 10 മോഡൽ 9-10 രജിസ്ട്രേഷൻ ഇൻഡിക വിസ്ത ക്വാർട്ടർ ജെറ്റ് വരും 50 റുപ്യക്ക്. 50,000 ഇൻഡിക വിസ്ത ക്വാർട്ടർ ജെറ്റ്. AC ചെറിയൊരു കൂളിംഗേ ഉള്ളൂ. വേറെ ഫുൾ ഓപ്ഷൻ വണ്ടിയാ. ഫോർഡോ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വരുന്നുണ്ടാവും. അതെ. 2010 ഓറ 50,000 രൂപയ്ക്ക്. ഇതും റോഡ് പണി ആയിട്ട് തന്നെ എങ്ങനെ ഉള്ളതില്ല. അതെ. ഷേപ്പ് ഉണ്ടല്ലോ അത്യാവശ്യം. മേജർ ആയിട്ട് ഇഷ്യൂ, ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസ് എന്തെങ്കിലും കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അടുത്തത് 2010 മോഡൽ i20 ആസ്റ്റ പെട്രോൾ. സെക്കൻഡ് RC 4 പുത്തൻ ടയർ, അനങ്ങാത്ത ടയർ. പിന്നെ AC വർക്കിംഗ് ആണ്. പിന്നെ വേറെ ഇഷ്യൂസ്, മെയിനായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. 1 ലക്ഷം വരുന്നില്ല വണ്ടി. അതെ. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് വരുന്നുണ്ടാവും. എയർ ബാഗ് 2 അതെ. എയർ ബാഗ് ഒന്നും ചെക്ക് ചെയ്തില്ലല്ലോ. എയർ ബാഗ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു റീപ്ലേസ് ഉണ്ട്, ബൗണ്ടറി റീപ്ലേസ് ഉണ്ട്. തിരിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 1,70,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 1,70,000 ഫൈനൽ കൊടുക്കാം. 10 2011 മോഡൽ എറ്റ്യൂസ് പെട്രോൾ ആണ്. G വേരിയന്റ്, ഒരു ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് തോന്നുന്നു. RCയിൽ അങ്ങനെ എന്തോ കണ്ട പോലെ. പിന്നെ ഫുൾ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് അലോയ് കുറച്ച് നമ്മളെ സ്വന്തം കണ്ണൂർ വണ്ടി. പിന്നെ വേറെ AC പവർ സ്റ്റിയറിംഗ്, ഫോർഡ് പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും. കിലോമീറ്റർ എത്രയാണ്? 1,50,000 ആ റേഞ്ച് ആയിട്ട് ഓടിക്കും. 1.5 ഒന്നും ആവില്ല. ഇനി അതേ സമയത്ത് വണ്ടിയുടെ റേറ്റ് എത്രയാണ്? നമുക്ക് 2.60 ഫൈനൽ കൊടുക്കാം. 2.60 2011 ലിവ എറ്റ്യൂസ് പെട്രോൾ. സെക്കൻഡ് RC ഓണർ വണ്ടി. സിംഗിൾ RC ഓണർ ആണ്. സെക്കൻഡ് RC ഓണർ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊന്നും അറിയില്ല. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളത്. അതേ സമയത്ത് ഇത് ഓൾഡ് ഷേപ്പ്, ഇത് ന്യൂ ഷേപ്പ് കാണിച്ചു. ഇത് ബമ്പർ ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾഡ് ഷേപ്പാണ്. വണ്ടിക്ക് റേറ്റ് എത്രയായിരുന്നു? നമുക്ക് 2.60 കൊടുക്കാം. 2.60. ലോൺ ഫുൾ ലോൺ തന്നെ കിട്ടും നമുക്ക്. മാക്സിമം ലോൺ ആക്കി കൊടുക്കാം. കസ്റ്റമറായ സിവിൽ കാര്യങ്ങൾ നോക്കിയിട്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റും.
ഇനി അതേ സമയത്ത് ഒരു ബാക്കിൽ ഡസ്റ്റ് ആണ് 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന നേരം അതിനേക്കാളൊക്കെ അടിപൊളിയായിട്ടുള്ളത് വണ്ടീൻ്റെ എല്ലോയ് വീലാണ്. എൻ്റെ മോനെ അടിപൊളി. കുറച്ച് എജ്ജാതി അല്ലേ, എല്ലാം ഇവർ തരും തരൂലേ? വാ, ഒരു വേറെ ഡസ്റ്റർ ഉണ്ട്, കണ്ടായിരുന്നോ? 2013 മോഡല് 3rd RC ഓണർ. 85 PS വലിയ പണി കിട്ടാത്ത രീതിയിലുള്ള അത് 3rd RC ഓണർ ആയിട്ടുണ്ട്. RXL എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആയിരിക്കും. മിഡിൽ ഓപ്ഷൻ ആ 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം ഒരു 18-20 റേഞ്ചിലെ മൈലേജും കിട്ടും. നല്ല ക്ലാസ് എലോയി കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. നോക്കി എലോയി ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. ഉള്ളൊക്കെ നീറ്റാ. ഇവിടുത്തെ വണ്ടി പുറമേ കാണാനേ ഉള്ളൂ, ഉള്ളു നല്ല നീറ്റ് ഇരിക്കും. ഈ റോഡ് പണിന്റെ ബോഡി അല്ലേ? അതെ. നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇപ്പൊ 1.5 റേഞ്ച് ഓടിയിട്ടുണ്ട്. 1.5 റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 3.35 ഫൈനൽ കൊടുക്കാം. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി അല്ലേ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 1.20 ആ റേഞ്ചിന് മുകളിൽ ഒരു ഫൈനലാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? കേട്ടോ, 3.20 വരുമോ? നമുക്ക് നോക്കാം. കസ്റ്റമർ നമുക്ക് നോക്കാം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ. മൈന്യൂട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം കസ്റ്റമർക്ക് ഒരു മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വന്നിട്ട് എടുത്താൽ മതി. അടുത്തത് നമുക്ക് ഇതാ ഷവർലെറ്റിൻ്റെ സെയിൽ 1 പെട്രോൾ 1 എംബിന് കൊടുക്കും. നല്ലൊരു സെഡാൻ വണ്ടി. AC, പവർ സ്റ്റിയറിങ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന വണ്ടി. പെട്രോൾ ആണ്, വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. ഇല്ല, മൈലേജ് ഒരു 13-15 റേഞ്ച് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്ത ലുക്ക് ഉണ്ട്. അതേ സമയത്ത് നല്ല ബോഡി ഷേപ്പിലാണ് നിലവിലുള്ള. അതെ, ഇല്ല ഒന്നും പറ്റിയില്ല. പിന്നെ അഭി ബ്രോ അടുത്ത വണ്ടി വാ. അല്ല, ഇതിന്റെ റേറ്റ് എത്രയാ? ഇത് 1 എംബിന് കൊടുക്കാം നമുക്ക്. 1 എംബിന് 2013 സെയിൽ. ഓക്കെ, എല്ലാ ലോൺ കിട്ടില്ല. ഷവർലെറ്റ് വണ്ടി അല്ലേ? ശ്രീറാമിൽ ചിലപ്പോൾ നോക്കിയാൽ ഒരു 1 lakh വരെ നമുക്ക് നോക്കാം. ശരി, അടുത്തത് നമുക്കിതാ ഒരു 2018 മോഡൽ വാഗണർ 3,85,000 കൊടുക്കാം. 385-ന് 2018 മോഡൽ വാഗണർ. കിലോമീറ്റർ എത്രയാ? 70,000 കിലോമീറ്റർ. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, വേറൊന്നും മാറിയിട്ടില്ല. നല്ല വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ RC. ഇത് കാണിച്ചാലോ? പക്ഷേ സിംഗിൾ RC ഓണർ 2007 മോഡൽ. നല്ല വണ്ടി. കസ്റ്റമർ ഒന്ന് പെയിന്റ് അടിക്കാൻ എടുത്തുന്ന ഒരു ചെറിയൊരു അബദ്ധം മാത്രം പറ്റിപ്പോയി. ചെറുതായിട്ടൊന്ന് നശിച്ചുപോയി. പക്ഷെ നല്ല സുഖം ഓടിക്കാൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ RC ഓണർ. കിലോമീറ്റർ എത്രയാ? 1 lakh ഓടി. പക്ഷെ നല്ലപോലെ പെയിന്റ് ചെയ്താ. നല്ലൊരു പെയിന്റ് ചെയ്തിനെങ്കിൽ വണ്ടി സെറ്റാ. ഒരു കട്ട് ചെയ്ത് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്താ. ഇല്ല, വരില്ല. LX ചെയ്യാം. അതെ, നമുക്കിത് ഫൈനലായിട്ട് 1.10 കൊടുക്കാം. ആ ഐറ്റം 2009 മോഡൽ 2nd RC ഓണർ 70,000 ഒറ്റ കിട്ടും. ഇത് ഫൈൻ നമുക്ക് 95 ഉറുപ്പിക കൊടുക്കാം. ഇത് 1.2 ലിറ്റർ കാപ്പയാണ് എഞ്ചിൻ വരുന്നത്. അതെ, കാപ്പ എഞ്ചിൻ. IRD അല്ലല്ലോ? IRD അല്ല. അപ്പോൾ മൈലേജ് ഉണ്ടാവും. കാപ്പേന്റെ അകത്ത് വേരിയന്റ് ഏതാ വരുന്നത്? മാഗ്നയാണോ സ്പോർട്സ് ആണോ? ഇത് മാഗ്ന. മാഗ്നയുടെ അത് ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അന്നേരം വരുന്നുണ്ടാവും മാഗ്നയില്. AC പോർഷനും 4 ഡോർ വരുന്നുണ്ടാവും. ഇന്ത്യൻ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മുന്നേ പറഞ്ഞൊക്കെ പോലെ തന്നെ റോഡ് പണി കാരണം ശരി, ഇത് അങ്ങനെ വലുതായില്ലേ? ഇത് ഈ അടുത്ത് വന്നെയാ. വൃത്തിക്ക് കൊടുക്കാം നമുക്ക്. എന്നാൽ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ. ഒരു 2014 മോഡൽ i20 ഉണ്ട്, പെട്രോള്. എത്രക്ക് കിട്ടും? അത് സ്പോർട്സ് വേരിയന്റ്. 2nd RC ഓണർ 50,000 കിലോമീറ്റർ. 2.80 ഇട്ടു. 2.80 ഫൈനല്. പിന്നെ അതെ, സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് ആണ് ഇത് വരിക. സ്പോർട്സ് വേരിയന്റ് RCയിൽ മാഗ്ന ആണോ? ഓക്കെ, മാറിപ്പോയി. ഓക്കെ, സോറി. പക്ഷെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കണ്ടിട്ടാണ്. ഇല്ല, 6 സ്പീഡ് ഇല്ല, 5 സ്പീഡാ. 6 സ്പീഡ് നമ്മളെ ഡീസലിനല്ലേ? ഡീസലിലാണ് വരുന്നത്. 14-15 ആ റേഞ്ച് മൈലേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ലോ ബഡ്ജറ്റ് വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ടാവും.
ഇത്രയ്ക്കാണ് നമ്മളെ വണ്ടികളുടെ മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും വില കൂടുതലാണെന്നോ വില കുറവാണെന്നൊക്കെ കമൻറ്റ് ഉണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.